ഞാനിപ്പോൾ നിൽക്കുന്നത് ഉപ്പള പത്തോടി റോഡിലാണ്. പത്തോടി റോഡിലെ ഉപ്പള ടൗൺ കഴിഞ്ഞ പാട് ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകന്മാരും നിരന്തരമായി വാട്ടർ അതോറിറ്റിയെ വിളിക്കുന്നു. അവർ പറയുന്നു ആ പൈപ്പ് പൊട്ടിയ സ്ഥലം അത് PW ആണ്, ഞങ്ങളല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുപാട് ദിവസങ്ങൾ കടന്നു 1 മാസത്തോളമായി. ഇന്നലെ ഈ 4-ാം വാർഡിൻ്റെയും 3-ാം വാർഡാണ്, ഇത് 2 വാർഡിൻ്റെ അതിർത്തിയാണ്. ഇപ്പുറത്ത് 5-ാം വാർഡാണ്. പത്തോടിക്കാണ് മെയിനായി കുടിവെള്ളം പോകുന്നതിന് ബെനിഫിഷ്യറികളുണ്ടത്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് രൂക്ഷമായ കുടിവെള്ളം ലഭിക്കാത്ത ഒരു സമയത്ത് ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ അതോറിറ്റിയും PW 2 ഡിപ്പാർട്ട്മെൻറ്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന കുറേ ദിവസങ്ങൾ. ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 2 വാർഡ് മെമ്പർമാർ, ഇതിലെയുള്ള മുൻകാല ജനപ്രതിനിധികൾ, 4-ാം വാർഡിൻ്റെ മുന്നത്തെ ജനപ്രതിനിധി ഷെരീഫ്, മുൻ ജനപ്രതിനിധിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന അലി മാസ്റ്റർ, ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ 4-ാം വാർഡിൻ്റെയും 3-ാം വാർഡിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം PW ഓഫീസിന് മുമ്പിൽ കുത്തിരിപ്പ് സമരം നടത്തുകയും അവിടുത്തെ ഉണ്ടായിരുന്ന അധികാരികളുമായി സംസാരിക്കുകയും ചെയ്തു. അവർക്ക് ഈ PW അധികാരികൾ വാട്ടർ അതോറിറ്റിക്ക് ഈ റോഡ് കളക്കാനുള്ള പെർമിഷൻ നൽകി. ഇന്ന് അതിരാവിലെ തന്നെ വാട്ടർ അതോറിറ്റീൻ്റെ ആളുകൾ വന്ന് ഈ റോഡ് കളക്കുകയാണ്. ഞാനിത് പറഞ്ഞു വരുന്നത്, പലപ്പോഴും പല കാര്യത്തിലും ജനപ്രതിനിധികൾ ഇടപെടുന്നുണ്ട്. പക്ഷേ ചില ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് നാട്ടിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പോകാതെ ഇരിക്കുന്നത്. ഇത് ഇന്നലത്തെ സമരം എന്ന് പറയുന്നത് അത്രത്തോളം സഹിക്കെട്ടിട്ടാണ് ഈ PW ഓഫീസിൻ്റെ മുമ്പിൽ സമരം നടത്തിയത്. പല ആളുകളും ഇന്നലെ ചോദിച്ചു, നിങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടാത്തപ്പോൾ എന്തിനാണ് PWയുടെ ഓഫീസിന് മുമ്പിൽ നിങ്ങൾ സമരം നടത്തിയതെന്ന്. ഈ റോഡ് PW ആണ്. ഈ റോഡ് കളക്കാനുള്ള പെർമിഷൻ നൽകേണ്ടത് വാട്ടർ അതോറിറ്റിക്ക് PW ആണ്. PW വാട്ടർ അതോറിറ്റി തമ്മിലുള്ള പ്രശ്നം 1 മാസത്തോളം ഇവിടുത്തെ ആളുകൾക്ക് വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം കിട്ടി. ഇപ്പോൾ യുദ്ധകാല അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിനാണ്. യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ ഓർസറുടെ സന്തോഷിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. ഇന്നലെ സമരത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. വെള്ളം അമൂല്യമാണെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ 1 മാസക്കാലം ഇവിടെ വെള്ളം ഒഴുകി ഇങ്ങനെ പോവുകയാണ്. ഒരു പ്രവൃത്തിയും നടത്താതെയാണ് ഈ വാട്ടർ അതോറിറ്റി ഇവിടെ നിലപാട് സ്വീകരിച്ചത്. PWയും അതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ഈ പത്തോടി പ്രദേശത്തേക്കാർക്ക് ഇന്നു മുതൽ വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷയാണ്. തീർച്ചയായും നിങ്ങളുടെ പരാതിയുടെ കൂടെ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പരാതികൾ പറയാം. തീർച്ചയായും അതിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമം നടത്തുന്നതാണ്.